പ്രോമിയൻ ആദ്യമായിട്ട് കാണാൻ വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ലുക്സ് അല്ല ഞാൻ പറയുന്നത്, നമുക്കൊരാളോട് സംസാരിക്കുമ്പോ ഒരു ഇതുണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞു, ഈ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കണവരൊക്കെയായിരുന്നു ഞാൻ നേരെ തിരിച്ചാ. എനിക്ക് അത്രേ ഉള്ളൂ. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങനെയാണോ? അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഒരു സംസാരമാണ്. അപ്പൊ എനിക്കിങ്ങനെ എന്താ അങ്ങനെ നമുക്കൊരു സോഫ്റ്റ് ആയിട്ട്. അപ്പൊ പ്രോമി അങ്ങനെ ഭയങ്കര, ഞങ്ങൾ വന്നപ്പോ എന്തോ അവിടെ ഞങ്ങൾ രണ്ടുപേരും പഠിച്ചത് ഒരു കോളേജിലായിരുന്നു. അപ്പൊ ആ കോളേജിലെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പൊ കണ്ടു കഴിഞ്ഞ് എഴുന്നേറ്റ് ഉടനെ തന്നെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എനിക്കങ്ങും വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല അമ്മേന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പച്ചൻ പറഞ്ഞു, മോളെ അങ്ങനെയല്ല, ആ പയ്യൻ ഇങ്ങനെയാണ്, ആ പയ്യൻ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. വിവരമുണ്ട്, കാര്യങ്ങൾ അറിയാനുള്ളതുണ്ട്. ഞാനിത് പറയാം അങ്ങനെയല്ലേ, ഞാനിത് പറഞ്ഞു കഴിയുന്ന വെച്ചിട്ട് എന്തോരം പോകുന്ന അറിയണമല്ലോ എനിക്ക്. അപ്പച്ചന് ബോധമുണ്ട്, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ളതുണ്ട്. അത് ശരിയാട്ടോ, അപ്പച്ചന്റെ സെലക്ഷൻ തെറ്റിയില്ല എന്നുള്ളതാണ് പ്രൂവ് ചെയ്യുന്ന കാര്യം തന്നെ. ഇനി ഇവരെ കുറിച്ച് പറയുമ്പോൾ, ഇവരുടെ കല്യാണത്തെ കുറിച്ച് പറയുമ്പോൾ, കല്യാണം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പോകും അന്നത്തെ സുന്ദരി, അന്നത്തെ ആ ഒരു സുന്ദരൻ, അവരുടെ വേഷങ്ങൾ, ആ ഒരു ദിവസം, ആ ഒരു നിമിഷങ്ങൾ, കരച്ചിലും സന്തോഷവും എല്ലാം ചേർന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ് ഇവിടെ നിധിയും പ്രോമിച്ചാണ് ഇരിക്കുന്നത്. അതൊന്നും മറ്റൊന്നുമല്ല, കല്യാണത്തിന്റെ സീഡിയെ കുറിച്ച് നമ്മൾ ചോദിച്ചു. കല്യാണ സീഡി ഞങ്ങൾക്ക് ഇന്നിപ്പം നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തരുമോന്ന്. അന്ന് അത് ചോദിച്ചപ്പോൾ ഇവരിൽ നിന്ന് കിട്ടിയ കഥ, ആ സീഡി ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലില്ല, ഇൻകം ടാക്സ് ഒന്ന് റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയി. അതിന്റെ പിറകിലുള്ള സത്യങ്ങൾ എന്തൊക്കെ, എന്തിന് ഇൻകം ടാക്സ് ഇവരുടെ തേടിയെത്തി, നമുക്ക് എത്താം. പക്ഷെ അതിന് തൊട്ട് മുമ്പായിട്ട് ഇവരുടെ കല്യാണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് നമുക്ക് ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ആദ്യം കാണാം. ഇത് വേറെ ഇതിലിപ്പാ അപ്പച്ചനമ്മേനെ അവിടെ രണ്ട് അപ്പച്ചനമ്മമാരെ ഒരുമിച്ച് കണ്ടില്ലേ ഇപ്പൊ, അവർക്കൊരു വിഷു കൊടുക്കണം. അതെ, രണ്ടപ്പച്ചനമ്മമാരെ ഒരുമിച്ച് കണ്ടപ്പോഴാണുള്ളത് ഓർത്തെ. ആ പൂമുഖവാതിക്കൽ ഇത് ലവ് സീൻസ് പിടിക്കില്ലേ? എന്താ പറഞ്ഞേ, ഇന്നത്തെ പോലെ പുറത്തൊന്നും പോണില്ല എന്നുള്ളു, വീടിന്റെ അകത്ത് തന്നെ ആ ഭാഗത്ത്. പക്ഷെ ഈ പിക്ചേഴ്സ് കണ്ടിട്ട് ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, നിധ പണ്ടേ സുന്ദരിയാണ്. ആ കല്യാണം കൊണ്ടല്ലെങ്കിൽ എന്തൊരു സൗന്ദര്യം. ഞാനിപ്പോ അത് കണ്ടപ്പോ ചേട്ടൻ ഇപ്പൊ നിധ കൂടിയതിന് ശേഷം ആ സൗന്ദര്യം കൂടിയ. ഞാനിപ്പോ അത് കണ്ടപ്പോ വേറൊരു കാര്യം ആലോചിച്ചേ, ചുരുടി നല്ല പെണ്ണിനെ കെട്ടാഞ്ഞു എനിക്ക്. ആണല്ലേ?